السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. وهو الذي خلق من الماء بشرا فجعله نسبا وسحرا وكان ذلك قديرا وكان ربك قديرا. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നാട്ടിൽ നടക്കുന്ന ഈ വഅദ് പരമ്പരയിൽ ഒരു വിഷയം കുടുംബമായിരിക്കും. അതന്നൊക്കെ പലപ്പോഴും അവതരിപ്പിച്ചിരുന്നത് KV അബ്ദുൽ ലത്തീഫ് മൗലവി. ഞങ്ങൾക്ക് പരിചയമുണ്ടാവും ഒരു പക്ഷേ. അന്നത്തെ ദിവസം വാദന് പോകാൻ ഉപ്പയും വലിയ നിർബന്ധിച്ചിട്ടില്ലെങ്കിലും പോവുക, കേട്ടിരിക്കാൻ ഇങ്ങനെ ഒരു രസമാണ്, ആ കുടുംബം കേട്ടിരിക്കാൻ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു നർമ്മം കലർത്തി കുടുംബം പറയാൻ അറിയില്ല എന്ന് ആമുഖമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വീണ്ടും അല്പം ഗൗരവകരമായ ഒരു സംസാരത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൂടിയിരിക്കൽ ഒരു സ്വാലിഹായ കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മനുഷ്യൻ എന്ന് പറയുന്നത് സത്യത്തിൽ അള്ളാഹുവിൻ്റെ കാഴ്ചപ്പാടിൽ ഒരൊറ്റ യൂണിറ്റാണ്. ഒരൊറ്റ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയുള്ള ഒരൊറ്റ യൂണിറ്റ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ ഇരിക്കുന്ന ആളുകൾ, ഇനി അപ്പുറത്തെ ഹാളിലുള്ള കുട്ടികളെയൊക്കെ നോക്കിയാൽ പലരും പല പ്രായത്തിലുള്ളവരാണ്. പക്ഷെ നമ്മളുടെയൊക്കെ റൂഹിൻ്റെ പ്രായം സമമാണ് എന്നതാണ് വേറൊരു വസ്തുത. അർവാഹ് എന്നത് ഒന്നിച്ച് പടക്കപ്പെട്ട ഒന്നാണ്. റൂഹകൾ എന്ന് പറയുന്നത് ഒന്നിച്ച് പടക്കപ്പെട്ട ഒന്നാണ്. പക്ഷേ ആ റൂഹകളെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് അള്ളാഹു വിശിഷ്യ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒന്നിച്ച് പറഞ്ഞയക്കാതെ ഘട്ടങ്ങളായി പറഞ്ഞയക്കുകയാണെങ്കിൽ തലമുറകളായി പറഞ്ഞയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ മനുഷ്യനെ ഭൂമിയിൽ സംവിധാനിച്ചതിനെ കുറിച്ച് പറയുന്നിടത്ത് സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളൊരു പദപ്രയോഗമുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിങ്ങനെയാണ്: ഖുൽ ഹുവല്ലദീ ദറഅകും ഫിൽ അർദി വ ഇലൈഹി തുഹ്ശറൂൻ. അവിടെ പറഞ്ഞിട്ടുള്ളത് ഭൂമിയിൽ നിങ്ങളെ പടച്ചു എന്നല്ല, ഹുവല്ലദീ ഖലഖകും എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഹുവല്ലദീ അൻശഅകും എന്നല്ല, ഹുവല്ലദീ ദറഅകും എന്ന. പലപ്പോഴും നമ്മൾ ഈ പദങ്ങളൊക്കെ പര്യായ പദങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. നിങ്ങളെ സൃഷ്ടിച്ചവൻ എന്ന അർത്ഥത്തിലാണ് ഇത് പറയാറുള്ളത്. പക്ഷേ ദറഅ എന്ന പ്രയോഗം ഒരു ഗോപ്യമായി കിടക്കുന്ന ഒരു സാധനത്തെ ദുഹൂറിലേക്ക് അല്ലെങ്കിൽ ഇദ്ഹാർ ചെയ്യുക എന്നതാണ് അതിന് നൽകപ്പെട്ടിട്ടുള്ള ഐ അദ്ഹറ എന്നാണ് ദറഅ എന്ന പദത്തിന് നൽകിയിട്ടുള്ള ഒരർത്ഥം. മറ്റൊന്ന് കെസ്സറ എന്ന. കെസ്സറ എന്ന് പറഞ്ഞാൽ കസീർ, നമുക്ക് വളരെ പരിചിതമായ ഒന്നാണ്. ധാരാളം എന്ന, അധികരിപ്പിച്ചു എന്ന. ഭൂമിയിൽ മനുഷ്യനെ സംവിധാനിക്കുന്ന സമയത്ത് പടച്ചോൻ ചെയ്തിട്ടുള്ളത് ഈ ദർ ആണ്. ഒന്ന്, നേരത്തെ പടച്ച തമ്പുരാൻ പടച്ചു വെച്ചിട്ടുള്ള റൂഹകളെ ഘട്ടങ്ങളായിട്ട് ഭൂമിയിൽ വ്യാപിപ്പിക്കുകയാണ്. രണ്ടാമത്തത്, അത് തന്നെ ഒന്നിച്ചു പറഞ്ഞയക്കുകയല്ല, മണ്ണിൽ നിന്ന് മനുഷ്യൻ്റെ ശരീരത്തെ, ആദ്യ മനുഷ്യൻ്റെ ശരീരത്തെ സൃഷ്ടിച്ച് അതിലേക്ക് ആദ്യത്തെ റൂഹനെ നൽകി, അതിൽ നിന്ന് മറ്റൊരു ശരീരത്തെ സൃഷ്ടിച്ച് ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ച് അതിലേക്ക് അടുത്ത റൂഹിനെ നൽകി, അതിൽ നിന്ന് വീണ്ടും ഓരോന്നായിട്ട് ഇങ്ങനെ അധികരിപ്പിച്ച് അങ്ങനെയാണ് ഇവിടെ മനുഷ്യവർഗം എന്ത് ചെയ്തിട്ടുള്ളത്, വ്യാപിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പടച്ചവൻ ഭൂമിയിൽ മനുഷ്യനെ സംവിധാനിച്ചിട്ടുള്ളത് ദുര്രിയത്തുകളായിട്ടാണ്, അല്ലെങ്കിൽ ദർഅ ചെയ്തതാണ് എന്ന് ചുരുക്കം. ഇനി
എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഭൂമിയിൽ ഒന്നിച്ചു പറഞ്ഞയക്കാതെ ഘട്ടങ്ങളായി അല്ലെങ്കിൽ തലമുറകളായി പറഞ്ഞയച്ചതെന്ന് ചോദിച്ചാൽ അതിൽ രണ്ട് കാരണങ്ങളാണ് നമ്മൾക്ക് കാണാം. ഒന്ന്, ഭൂമിയുടെ സൗകര്യങ്ങൾ പരിമിതമാണ് എന്നതാണ്. എല്ലാവർക്കും ഒന്നിച്ചനുഭവിക്കാനുള്ളത് പടച്ചവൻ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ സംവിധാനിച്ചിട്ടില്ല. മരണമില്ലായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മരണം ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യരൊക്കെ ശത്രുക്കളാവുമായിരുന്നു. കാരണം എല്ലാവർക്കും ഒരുമിച്ച് അനുഭവിക്കാനുള്ളത് ഇവിടെ ഇല്ല. നമ്മൾ പോയിട്ട് വേണം ഇത് അടുത്ത തലമുറക്ക് അനുഭവിക്കാൻ. കഴിഞ്ഞ തലമുറ വിട്ടേച്ചു പോയതാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ്. അതിനു മാത്രമുള്ള വിഭവങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല താൽക്കാലികമായ ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുള്ളൂ. ഇതാണ് ഇങ്ങനെ മനുഷ്യനെ ഭൂമിയിൽ സംവിധാനിക്കാനുള്ള ഒരു കാരണം. രണ്ടാമത്തത്, മനുഷ്യന് പരസ്പരം കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകാനും പരസ്പരം പരിഗണിക്കാനും വേണ്ടിയാണ്. അങ്ങനെ ദർഅ ചെയ്യുമ്പോൾ തന്നെ പടച്ചവന് വേണമെങ്കിൽ ആദ്യം ചെയ്തതുപോലെ ഓരോരുത്തരെ മണ്ണിൽ നിന്നുണ്ടാക്കിയാൽ മതി, പോരെ? അങ്ങനെയല്ല പടച്ചവൻ ചെയ്തത്. ഒരു മനുഷ്യന്റെ ഗർഭപാത്രത്തിൽ, ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിലാണ് ഒരു മനുഷ്യന്റെ കുഞ്ഞിന് രൂപം നൽകിയിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്? റൂഹനെ ചേർത്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിലൂടെ ആ മാതാപിതാക്കളും മക്കളും തമ്മിൽ ഉണ്ടാകുന്ന ഒരു ബന്ധമുണ്ട്, ഒരു കടപ്പാടിൻ്റെ ബന്ധമുണ്ട്, ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ബന്ധമുണ്ട്. അതാണ് നേരത്തെ അബ്ദുള്ള മൗലവി തുടങ്ങി വെച്ച ഒരു ഭാഗം. കുടുംബം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, ഏറെ പവിത്രമായ ഒന്നാണ് എന്ന്. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞിട്ടുള്ള രണ്ട് തരത്തിൽപ്പെടുന്ന ബന്ധത്തിലുള്ള ആളുകളായിരിക്കും. സൂറത്തുൽ ഫുർഖാനിൻ്റെ 54-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ടുള്ളത് എങ്ങനെയാണ്? വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറൻ, വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ പടച്ചവനാണ് അവൻ. എന്നിട്ടോ ഫജഅലഹു, വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ഫജഅലഹു നസബൻ വസിഹ്റൻ, രണ്ട് തരത്തിൽ അവനെ ബന്ധപ്പെടുത്തി, ഈ മനുഷ്യനെ പരസ്പരം ബന്ധപ്പെടുത്തിയ. ഒന്ന് നസബായിട്ടാണ്. നസബ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മക്കൾ എന്ന ബന്ധത്തിലൂടെ ഉണ്ടാകുന്നത്. മക്കൾ, സഹോദരങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു ഉദരത്തിൽ പറന്ന് വീണിട്ടുള്ള, അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത്. മറ്റൊന്ന് സെഹറാണ്. സെഹ്റു മുസാഹറത്ത് നമ്മൾക്കറിയാവുന്നതാണ്, വൈവാഹിക ബന്ധമാണ്, വൈവാഹിക ബന്ധം. ഈ രണ്ട് കാര്യങ്ങളിലൂടെ മനുഷ്യൻ എന്ത് ചെയ്തു? പരസ്പരം ബന്ധുക്കളാക്കുകയും ചെയ്തവനാകുന്നു അവൻ എന്ന് പറഞ്ഞതിന് ശേഷം പടച്ചവൻ പറയുന്നത് വകാന റബ്ബുക ഖദീറ, നിന്റെ റബ്ബ് എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു, അങ്ങേയറ്റത്തെ ഖുദ്റത്തുള്ളവനാകുന്നു എന്ന് സൂചിപ്പിച്ചിട്ടാണ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പം മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്ന ഈ രണ്ടെണ്ണ, ഒന്ന് സെഹറും മറ്റൊന്ന് നസബും. വിവാഹത്തിലൂടെ രൂപപ്പെടുന്ന ബന്ധവും മറ്റൊന്ന് രക്തബന്ധം അല്ലെങ്കിൽ സന്താനങ്ങൾ എന്നതിലൂടെ രൂപപ്പെടുന്ന ബന്ധവും. അതിൽ മുസാഹറത്തിലൂടെ രൂപപ്പെടുന്ന ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹു ഈ രണ്ടു പേരിലും ഇട്ടുകൊടുത്തിട്ടുള്ള രണ്ട് വൈകാരികതകളെ കുറിച്ചും അബ്ദുള്ള മൗലവി നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, സ്നേഹവും കാരുണ്യവും. ഇത് ഓരോന്നും അല്പം വിശദമായി പറയേണ്ടതാണ്. പക്ഷേ സമയപരിമിതി കൊണ്ട് ഞാൻ ആ ഭാഗം സ്കിപ്പ് ചെയ്യാണ്. എന്നിരുന്നാലും ഈ വൈവാഹിക ബന്ധത്തിൽ നേരത്തെ ഇവിടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ മറ്റു ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ കേവലം പ്രത്യുൽപാദനത്തിനോ വംശവർദ്ധനവിനോ വേണ്ടി മാത്രമല്ല മനുഷ്യരിൽ ഈ ഇണചേരുക എന്നത് ഉണ്ടാകുന്നത്. അതിനപ്പുറത്ത് ചില ധർമ്മങ്ങൾ കൂടെ ഇസ്ലാമിലെ വിവാഹത്തിലൂടെ ബന്ധം രൂപപ്പെടുന്നതിന് പിന്നിലുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഒരൊറ്റ
ഒരൊറ്റ ഉദാഹരണത്തിലൂടെ നമ്മൾക്ക് ഇങ്ങനെ ബോധ്യപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുക്കാൻ വളരെ പ്രയാസകരമായ ഒന്നാണ്. ജാഹിലിയത്തിൽ കിടക്കുന്ന ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുക്കുക എന്നത് ചില്ലറപ്പണിയല്ല. വിശ്വാസ ആചാര രംഗങ്ങളിലാണ് ഇടപെടേണ്ടത്. അവിടെയാണ് പ്രധാനമായും സംസ്കരിക്കേണ്ടത്. ഒരു സമൂഹത്തിൻ്റെ വിശ്വാസത്തെ തൊട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ അത് പൊള്ളുന്ന കാര്യമാണ്. ആചാരത്തെ തൊട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ അത് പൊള്ളുന്ന കാര്യമാണ്. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇടപെടാനും സംസ്കരിക്കാനുമുള്ള ഉത്തരവാദിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പം അതുവരെ അൽ അമീൻ എന്ന് വിളിച്ചവര് പിന്നീട് കള്ളനെന്ന് വിളിക്കുന്ന അവസ്ഥയുണ്ടായി. ആദ്യമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കളവാക്കപ്പെട്ടത് ഇത് പറഞ്ഞു വന്നപ്പോഴാണ്. എനിക്ക് അള്ളാഹുവിൽ നിന്ന് സന്ദേശം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ്. അവർ പൂമാലയിട്ട് സ്വീകരിച്ചതല്ല. അവിടെ നിന്ന് അങ്ങോട്ട് കൊടിയ പീഡനങ്ങളാണ് സഹിക്കേണ്ടി വന്നിട്ടുള്ളത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ ആദ്യ കാലഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ പരീക്ഷണത്തിൻ്റെതായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുമ്പം ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്തൊരാശ്വാസമായിട്ടായിരുന്നു പക്വമതിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഇണയായി നൽകിയത്. ഹിറയിൽ നിന്ന് വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ സമാധാനിപ്പിക്കുന്ന വചനങ്ങൾ നമ്മൾക്കൊക്കെ ഒരു പക്ഷേ പരിചിതമായിരിക്കും. കല്ലാ വല്ലാഹി മാ യഹ്സുനുക അല്ലാഹു അബദ, മാ യഹ്സുനുക അല്ലാഹു അബദ. ഇല്ല, ഒരിക്കലും ഇല്ല. അല്ലാഹു നിങ്ങളെ ഒരിക്കലും ഹുസ്നിലാക്കൂല, സങ്കടപ്പെടുത്തൂല. ഇന്നക ലതസിലുർ റഹിമ വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്ന നന്മകൾ ഇങ്ങനെ എടുത്തു പറയാ. കുടുംബ ബന്ധം ചേർക്കുന്നു, പാവപ്പെട്ടവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ ഭാരം ചുമക്കുന്നു, ഒന്നുമില്ലാത്തവർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി സമ്പാദിക്കുകയും അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്നു, അതിഥികളെ സൽക്കരിക്കുന്നു, അതേപോലെ ആപത്തുകളിൽ അകപ്പെട്ടവരെ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളല്ലേ, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, അള്ളാഹു ഒരിക്കലും ഹുസ്നിലാക്കൂല എന്ന് പറയാ. ഇത് നൽകുന്നൊരു ആശ്വാസത്തിനെ അറിയോ? നിങ്ങൾക്ക് ആശ്വാസത്തിനെ അറിയോ? ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഇണയിൽ നിന്ന് കിട്ടേണ്ടതും അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള സൂറത്ത് റൂമിലെ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുള്ള ലിതസ്കുനൂ ഇലൈഹ എന്നത്. അവളിൽ നിങ്ങൾ സുക്കൂൻ കണ്ട. സക്കന ഇല എന്ന് പറയുന്നത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. സക്കന ഇല എന്ന് പറയുന്നത് മനസ്സിൻ്റെ അടക്കമാണ്. തൻ്റെ ഇണയിലേക്കൊന്ന് നോക്കുമ്പം, ഇണയുടെ മുഖമൊന്ന് കാണുമ്പം, ഇണയുടെ ആശ്വാസ വാക്കുകളൊന്ന് കേൾക്കുമ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മാനസിക പ്രയാസങ്ങളും അങ്ങ് അലിഞ്ഞില്ലാതെയാകുകയാണ്. ആ കുടുംബമാണ് യഥാർത്ഥത്തിൽ ദൗത്യം നിർവഹിക്കുന്നത്, ഒരാളല്ല ദൗത്യം നിർവഹിക്കുന്നത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജയം എന്ന് പറയുന്നത് കട്ടക്ക് സപ്പോർട്ട് നിന്നിട്ടുള്ള, ആശ്വാസം നൽകിയിട്ടുള്ള, കരുത്ത് നൽകിയിട്ടുള്ള, തൻ്റെ ദൗത്യം പൂർത്തീകരിക്കാനുള്ള ഊർജം നൽകിയിട്ടുള്ള കൂടെയുള്ള ഇണയാണ് എന്ന് പറയാൻ കഴിയും. അങ്ങനെ നമ്മൾക്ക് സാധിച്ചാൽ നിസ്സംശയം ആ കുടുംബത്തിന് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് കേവലം പ്രത്യുൽപാദനത്തിന് വേണ്ടിയല്ല ഇസ്ലാമിലെ വൈവാഹിക ബന്ധമെന്ന് പറയുന്നത് രൂപപ്പെടുന്നത് എന്നതാണ്. മറ്റൊന്ന് മക്കൾ എന്നുള്ള നിലക്കുള്ള ബന്ധമാണ്. ആ മക്കൾ എന്നുള്ള നിലക്കുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോഴും എനിക്ക് ഒന്നാമതായി പറയാനുള്ളൊരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കാഴ്ചപ്പാടിൽ ഒരൊറ്റ യൂണിറ്റാണ്. അത് ഈ ഭൂമിയിൽ മാത്രം നിലനിൽക്കുന്നതാണ് ഈ നസബ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ തലമുറകളായിട്ട്
സംവിധാനിക്കുക എന്നത് പറയുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംവിധാനം മാത്രമാണ്. അത് ഇതിനു മുമ്പില്ല. അർവാഹുകൾ ഒന്നിച്ചു പടക്കപ്പെട്ടതാണ്. ഇനി ഇലൈഹി തുഹ്ശറൂൻ എന്ന് പറയും. ഖുൽ ഹുവല്ലദീ ദറഅകും ഫിൽ അർദ് എന്ന് പറഞ്ഞതിന് ശേഷം ഇലൈഹി തുഹ്ശറൂൻ, അവനിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് പറയുമ്പോഴും ആ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതും ഈ നസബുകൾ ഇല്ലാതെയാണ്. അതുകൊണ്ടാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് ഫലാ അൻസാബ ബൈനഹും, അന്നേ ദിവസം ആ ദിവസം അവർക്കിടയിൽ എന്തില്ല, ഫഇദാ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ ബൈനഹും വലാ യതസഅലൂൻ, കാഹളത്തിൽ ഊതപ്പെട്ട പിന്നെ അവർക്കിടയിൽ എന്തില്ല, ഈ പറഞ്ഞ നസബുകളൊന്നുമില്ല. നസബുകളില്ല എന്ന് മാത്രമല്ല അവർ പരസ്പരം ചോദിക്കുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഞാൻ വളരെ ഗൗരവത്തോടു കൂടെ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളുടെ മക്കളിൽ നമ്മൾ ഏറെ സ്നേഹിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പേരക്കുട്ടി എന്തോ ആവട്ടെ, നമ്മൾക്ക് അവരെ സ്നേഹിച്ച് കൊതിതീരുന്നതിന് മുമ്പ് കുഞ്ഞുനാളിൽ എവിടെയോ നമ്മൾക്ക് മിസ്സായിപ്പോയി, ആ കുട്ടി നഷ്ടപ്പെട്ടു പോയി നമ്മളെ കയ്യിൽ നിന്ന്, ഏതോ യാത്രയിലോ മറ്റോ. അങ്ങനെ സംഭവിപ്പിക്കാതിരിക്കട്ടെ പടച്ചതമ്പുരാൻ. കാരണം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നതിനേക്കാൾ വലിയ വേദനയാണ് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളത്. പിന്നെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും, പടച്ചവൻ എൻ്റെ കുട്ടി എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്, അവന് സ്വാതന്ത്ര്യം ഉണ്ടാവോ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രയാസപ്പെടുത്തുന്നുണ്ടാവോ, ഈ ചിന്തയായിരിക്കും അവൻ എന്ത് പണിയായിരിക്കും എടുക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് നമ്മളതിങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ അവനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യും, അന്വേഷിക്കാവുന്ന വഴിയിലൂടെയൊക്കെ. അങ്ങനെ അന്വേഷിക്കുന്നതിനിടയിൽ കുറേ കാലങ്ങൾക്ക് ശേഷം എപ്പോഴോ നമ്മൾക്ക് അറിയിപ്പ് കിട്ടി, ഇങ്ങനെ ഒരു വലിയ സംഗമത്തിൽ ഈ കുട്ടി എത്തിപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഉണ്ട് എന്നുള്ളത്. നമ്മൾ അവിടെ എത്തിപ്പെട്ടാൽ നമ്മൾ ആ സമയത്ത് ആദ്യം അന്വേഷിക്കുക ആരായിരിക്കും? നമ്മളുടെ കുട്ടീനായിരിക്കുമല്ലോ, ഉറപ്പാണല്ലോ. അന്വേഷിക്കാതിരിക്കുമോ? അന്വേഷിക്കാതിരിക്കൂല. കാരണം നമ്മൾക്കവൻ അത്രമേൽ പ്രിയപ്പെട്ടവനാണ് എന്നതാണ് കാരണം. പക്ഷേ നേരെ തിരിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കി, നഷ്ടപ്പെട്ടു പോയതല്ല, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയതാ. നമ്മൾ ഇതേപോലെ സ്നേഹിച്ച് കൊതി തീരുന്നതിന് മുമ്പ് തന്നെ, അങ്ങനെ സ്നേഹിച്ച് കൊതി തീരുന്നതിന് മുമ്പ് യാദൃശികമായി മരണപ്പെട്ടു പോയ ഒരു കുട്ടിയെക്കുറിച്ചും നമ്മൾ ഇതേപോലെ ഓർത്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അവൻ്റെ ഫോട്ടോകളൊക്കെ എടുത്തിങ്ങനെ ഇടയ്ക്കിങ്ങനെ പരിശോധി നോക്കും, എന്നിട്ടൊന്ന് ഉമ്മയൊക്കെ കൊടുക്കും. ചിലപ്പോൾ അകാലത്തിൽ പൊലിഞ്ഞു പോയതാണ്, എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ്, എനിക്ക് സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു കുട്ടി മഹ്ശറിൽ നമ്മൾ ഇവിടുന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആ കുട്ടിയെ കാണാൻ, ആ കുട്ടിയെ കിട്ടാൻ, ആ കുട്ടി കൂടെ ഉണ്ടാവാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ നടക്കൂല, നമുക്കറിയാം. എങ്ങാനും പടച്ചോൻ തിരിച്ചു തന്നിരുന്നെങ്കിൽ നമുക്കത് വല്ലാത്തൊരു ആനന്ദമായിരിക്കും. പക്ഷെ ആ കുട്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശറിലുണ്ടാവും. നമ്മൾ അന്വേഷിക്കുമോ? അന്വേഷിക്കൂല. നമ്മളുടെ മുന്നുകൂടെ പോയാൽ നമ്മൾ ഇതെൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കൂല. നമ്മൾ പരിഗണിക്കന്നല്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തു അബസയിൽ ആ വിഷയം പറഞ്ഞിട്ടുള്ളത് എങ്ങനെ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി, എല്ലാവരിൽ നിന്നും മാറിക്കളയുക ചെയ്യുക. അത് ഉപ്പയായിരുന്നാലും ഉമ്മയായിരുന്നാലും സഹോദരനായിരുന്നാലും ഇണയായിരുന്നാലും മക്കളായിരുന്നാലും എല്ലാവരിൽ നിന്നും മാറിക്കളയുന്ന ആ അവസ്ഥയാണ് അന്നുണ്ടാവുക എന്ന്. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നിഹി, ഓരോരുത്തർക്കും അന്ന് അവനവന് മതിയായതുണ്ടാകും എന്ന്. അപ്പോൾ ഈ നസബെന്ന് പറയുന്നത് ദുനിയാവിലെ മാത്രം ഒരു സംവിധാനമാണ്. ഇത് എവിടെ ഉള്ളതുമല്ല, പരലോകത്ത് ഉള്ളതുമല്ല. പക്ഷേ ഈ നസബിൻ്റെ വിഷയത്തിൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് വലിയ ഒരു ഉത്തരവാദിത്തം നൽകിയിട്ടുണ്ട് എന്നതുകൂടെ അതിനോട് ചേർത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് ഒരിക്കൽ ഒരു ആശ കഴിഞ്ഞിട്ട്, ആശ എന്ന് പറഞ്ഞാൽ നമ്മളെ രാത്രി ഭക്ഷണം ഉണ്ടല്ലോ, അപ്പോൾ രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇരുന്ന്, ഞാനും കുടുംബം ഒന്നിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ മരണം വിഷയം വന്നപ്പം എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല പറഞ്ഞു. പിന്നെ ആകെയുള്ളൊരു ടെൻഷൻ എന്താ വെച്ചാൽ മക്കളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ട്, അതേ ഉള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ പറയാം. അപ്പം ഞാനിത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഒക്കെ നോക്കാൻ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവളെ ഭാവം മാറിയിട്ട് എന്നോട് പറഞ്ഞു, നോക്കാൻ വേറെ ആളൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു ഉമ്മ നോക്കിയ പോലെ ആവില്ല വേറെ ആരും നോക്കിയാലും പറഞ്ഞു. സത്യമാണോ?
സത്യമാണ്. ഒരു ഉമ്മ നോക്കിയതുപോലെ ആവില്ല വേറെ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നെ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമ്മളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളുടേതല്ല സത്യത്തിൽ. ഇത് ആരുടെ പടപ്പുകളാ? നമ്മളുടെ റൂഹകളെ പടച്ച അതേ സമയത്ത് പടച്ചോൻ സൃഷ്ടിച്ചിട്ടുള്ള റൂഹകളിൽപ്പെട്ട 3 റൂഹകളാണ്, അല്ലെങ്കിൽ 4 റൂഹകളാണിത്. പക്ഷെ ആ റൂഹകളെ പടച്ചവൻ ഇവിടെ ഈ ഭൂമിയിൽ സംവിധാനിച്ചിട്ടുള്ളത് നിന്റെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുത്തപ്പെട്ടിട്ടുള്ള ശരീരത്തിലേക്കാണ്. അതുകൊണ്ട് നമ്മൾക്ക് ആ കുട്ടികളുടെ വിഷയത്തിൽ ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നല്ലാതെ പൂർണ്ണമായിട്ട് എന്താവുന്നില്ല, അത് നമ്മുടേതല്ല. നമ്മുടേത് എന്ന് നമ്മൾക്ക് അവകാശം പറയാൻ കഴിയുന്നതിനേക്കാൾ നമ്മളുടെ മക്കളുടെ വിഷയത്തിൽ അവകാശം പറയാൻ പറ്റുന്ന ഒരാളുണ്ട്. അതാരാ? അള്ളാഹുവാണ്, പടച്ചവനാണ്. ആ പടപ്പുകളുടെ പടച്ചവനാണ്, റബ്ബാണ്. നമ്മളെക്കാൾ ബാധ്യതയുള്ളവനും നമ്മളെക്കാൾ സ്നേഹിക്കുന്നവനും അതിൻ്റെ ആ ഓരോ പടപ്പുകളുടെയും പടച്ചവനാണ്. ആ പടച്ചവനൊരു ധാരണ ഉണ്ടാവും ഈ കുട്ടികളുടെ വിഷയത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. ആ പടച്ചവൻ എന്ത് ചെയ്തോളും, നോക്കിക്കോളും. നമ്മൾ മരിച്ചുപോയാൽ നമ്മളുടെ അവസ്ഥ എന്താവും എന്നുള്ളത് എന്ത് ചെയ്യേണ്ടുള്ളൂ, ആലോചിക്കേണ്ടുള്ളൂ. പടച്ചവൻ അറിയാലോ. ഇപ്പം നമ്മളങ്ങ് തിരിച്ചെടുത്താൽ ഈ കുട്ടികൾ പടച്ചവനെ അനാഥായി പോവല്ലോ, അവർ കഷ്ടപ്പെട്ടു പോവല്ലോ എന്നുള്ളത് പടച്ചവൻ അറിയാം. തിരിച്ചു വിളിക്കുന്ന പടച്ചവൻ അറിയാം. ഒരു പടപ്പിൻ്റെ വിഷയത്തിലും പടച്ചവൻ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വിധി ഉണ്ടാക്കൂല. അതിലെന്തെങ്കിലും ഹൈറുണ്ടാവും. അതിൻ്റെ ആ ഹൈറ് പടച്ചവനറിയാം. അത് പടച്ചവൻ എന്ത് ചെയ്യുകയും ചെയ്യും, നടപ്പിലാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെക്കാൾ നമ്മളുടെ മക്കളുടെ വിഷയത്തിൽ അവകാശം പറയാൻ കഴിയുന്നവൻ ആരാണ്? അല്ലാഹുവാണ് എന്നതാണ്. സൂറത്ത് ശുആറയിലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ റബ്ബിനെ പരിചയപ്പെടുത്തുന്ന ശ്രദ്ധേയമായൊരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലി ഖതീഅതി യൗമദ്ദീൻ എന്ന് പറയുന്ന ഒരു ഭാഗം. പടക്കുക, വഴി കാണിച്ചു കൊടുക്കുക, ഭക്ഷണം നൽകുക, നിലനിൽപ്പിനാവശ്യമായ വെള്ളം നൽകുക, ഭക്ഷണം നൽകുക, രോഗം വരുമ്പം ശിഫ നൽകുക, ഇതാ മരുത്തു ഫഹു വയശ്ഫീൻ, പുറത്തു കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്നവൻ ആരാണോ അവനാണ് റബ്ബ് എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുത്തുന്നത്. ശരിക്കും ഒരു മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം എന്താ? അവരുടെ സൃഷ്ടിപ്പിൽ ഒരു ഭാഗം വഹിച്ചു എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു എന്നതല്ല, അതിന് നിമിത്തം അല്ലെങ്കിൽ അതിനൊരു മാധ്യമമാക്കപ്പെട്ടവരാണ് മക്കളുടെ വിഷയത്തിൽ ആര്? മാതാപിതാക്കൾ. അവരുടെ നിലനിൽപ്പിനാവശ്യമായ വെള്ളവും ഭക്ഷണവും അവർക്ക് ലഭിക്കുന്നവർ ഒരു പ്രായമെത്തുന്നത് വരെ കാരണക്കാരായവരാണ് ആര്? മാതാപിതാക്കൾ. പിന്നെ അവർക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ, പ്രയാസങ്ങൾ ഉണ്ടായാൽ മറ്റാരെക്കാളും അവർക്ക് സംരക്ഷണം നൽകുന്ന, ഒരു വേള സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അവർക്ക് സംരക്ഷണം നൽകുന്നവരാണ് ആര്? മാതാപിതാക്കൾ. മറ്റാരെക്കാളും തന്നോട് തെറ്റ് ചെയ്തു പോയാൽ ഒരു ഉപ്പ മക്കൾക്ക് പുറത്തു കൊടുക്കുന്നത് പോലെ വേറെ ആരും എന്ത് ചെയ്യില്ല, പുറത്തു കൊടുക്കൂല. ഇതേ വിഷയങ്ങൾ തന്നെയാണ് പടച്ചവനിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനേക്കാൾ മുകളിലാണെന്ന്. നമ്മൾ പടച്ചിട്ടില്ല, നമ്മൾ കാരണക്കാരായിട്ടേ ഉള്ളൂ. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അള്ളാഹു ഇവിടെ ഉണ്ടാക്കി വെച്ച ഭക്ഷണം അല്ലെങ്കിൽ കണ്ടെത്തി പാകപ്പെടുത്തി അവർക്ക് കൊടുത്തിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മിലൂടെ അവർക്ക് വളരാൻ വേണ്ടത് എത്തിച്ചിട്ടുള്ളൂ. അങ്ങനെ ഓരോന്നും നമ്മൾ ശിഫ നൽകിയിട്ടില്ല. ശിഫക്ക് ആവശ്യമായ വഴികൾ കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. നമ്മൾ അവരെ നേർമാർഗത്തിലാക്കിയിട്ടില്ല. നമ്മൾ അവർക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കാനുള്ള, ഇതാണ് വഴി എന്ന് കാണിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്തം മാത്രമാണ് നമ്മൾ നിർവഹിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ എന്ന് പറയുന്നതിനേക്കാൾ, ഇതൊക്കെയാണല്ലോ ആ ഒരു വൈകാരികതയ്ക്ക് കാരണമല്ലേ. എൻ്റെ ജന്നത്തിന് കാരണക്കാരനാണ് അല്ലെങ്കിൽ കാരണക്കാരിയാണ്, എനിക്ക് ഭക്ഷണം തന്ന് വളർത്തിയത് ഇവരാണ്, എനിക്ക് ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ഇവരാണ്, എനിക്ക് ഏറ്റവും അധികം സംരക്ഷണം ഞാൻ അനുഭവിക്കുന്നത് ഇവരിൽ നിന്നാണ്. ഇതൊക്കെയാണല്ലോ അവരുമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധത്തിന് കാരണം. പക്ഷേ ആ വൈകാരികത അതിനേക്കാൾ ഏറ്റവും കൂടുതൽ വേണ്ടത് ആരോടാ? ഈ പറഞ്ഞിട്ടുള്ള റബ്ബിനോട്. അവരിതിനൊക്കെ ഒരു കാരണക്കാർ മാത്രമാണ്. പക്ഷെ ഇതൊക്കെ ചെയ്തു തന്നത് ആരാ? എൻ്റെ റബ്ബാണ്.
എനിക്ക് എൻ്റെ ഉപ്പയും ഉമ്മയും എന്ന് പറയുന്നതിനേക്കാൾ വൈകാരികമായിട്ട് എൻ്റെ റബ്ബ് എന്ന് പറയാൻ അവർ പാകപ്പെടണം എന്ന് ചോദിക്കും. ഞാനേ ഒരിക്കൽ ഈ എൻ്റെ കുട്ടീനെ ഒക്കത്തെടുക്കുന്ന കാലത്ത് കുട്ടീനോട് ഇങ്ങനെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോനെ എനിക്ക് ആരെ ഏറ്റവും ഇഷ്ടം, ഉപ്പാനെയാണോ ഉമ്മാനെയാണോ? അപ്പോൾ അവന് ഉമ്മാനെന്ന് പറഞ്ഞെങ്കിൽ ഒക്കത്ത് നാട്ട് ഇറങ്ങിയേക്കുന്ന ഉമ്മാനോട് പോയി എടുത്തോന്ന് പറയാലോ. പിന്നെ നമ്മൾ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണിത് അല്ലേ, നിനക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം? ശരിക്കും നമ്മളുടെ മക്കളുടെ മനസ്സിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു ബോധം എന്താ അറിയാമോ? എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ റബ്ബിനെയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ എന്നെക്കാളും എൻ്റെ ഇണയേക്കാളും എൻ്റെ മക്കൾ കടപ്പെട്ടിരിക്കുന്നത് ആരോടാ? എൻ്റെ റബ്ബിനോടാ. അത് കഴിഞ്ഞിട്ടേ ആര് വരുന്നുള്ളൂ? അത് കഴിഞ്ഞിട്ടേ നമ്മൾ വരുന്നുള്ളൂ. ആ ബോധമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇട്ടുകൊടുക്കാൻ കഴിയേണ്ടത്. ഞാൻ കുറേ കാര്യങ്ങൾ അങ്ങ് ഒഴിവാക്കിയിട്ട് എൻ്റെ സംസാരത്തിൻ്റെ അവസാനത്തിലേക്ക് പോവുകയാണ്. കാരണം നമ്മളുടെ സമയം വളരെ പരിമിതമാണ്. അതിൽ ഒന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ മക്കളുടെ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഒരൊറ്റ കാര്യം നമ്മൾക്ക് ഉറപ്പുവരുത്താൻ കഴിയണം, എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് എന്നത് ഉറപ്പുവരുത്താൻ കഴിയണം. അതെന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് പ്രധാനമാണോ? പ്രധാനമാണ്. അവർക്ക് ഭൗതിക ലോകത്ത് പ്രയാസമില്ലാതെ നിലനിൽക്കാൻ കഴിയുക എന്നുള്ളത്, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണോ? ആണ്. നമ്മൾ നിർവഹിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായി നിർവഹിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അവർക്ക് ശാരീരികമായ എന്തെങ്കിലും പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ മക്കളെ പഠിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ എന്താ? ചിലപ്പോൾ ചില ഉമ്മമാരൊക്കെ ഇങ്ങനെ മാർക്ക് കുറയുമ്പോഴേക്ക് അവർക്ക് വരുന്ന വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ട് ഇല്ലേ? അവരതിങ്ങനെ ദേഷ്യമായിട്ട് ഇങ്ങനെ പ്രകടിപ്പിക്കും. സ്കൂളിലെ പരീക്ഷയുടെ റിസൾട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അതിങ്ങനെ മാർക്ക് കുറഞ്ഞു പോകുന്ന സമയത്ത് എന്താ ഇങ്ങനെ വൈകാരികമാവാൻ കാരണം എന്താ? ഒന്നുമില്ല. കുട്ടീനോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ല, കുട്ടീനോട് വെറുപ്പുണ്ടായിട്ടും അല്ല. പിന്നെയോ, പടച്ചോൻ എൻ്റെ കുട്ടി പഠിക്കാതെ പോയാൽ ഭാവിയിൽ ഇടങ്ങറാവോ ഇവിടെ എന്ന് അവന് ജീവിക്കുന്ന സമയത്ത് അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുമോ എന്ന ചിന്തയാണ് കുട്ടികളുടെ കരിയർ മോശമാവരുത് എന്ന് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും നമ്മെ അവരെങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നതും ഇഷ്ടമാണ്, ഇഷ്ടത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അങ്ങനെയൊക്കെ പഠിപ്പിച്ചാലും ചിലപ്പം നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ആ സ്വപ്നത്തിലേക്ക് ഇങ്ങനെ എത്താൻ നേരത്തായിരിക്കും ആ കുട്ടി പോവുക. കുറച്ച് മുമ്പേ കീഴുപറമ്പിലടുത്തൊരു കുളത്തിലൊരു MBBS ഫൈനൽ ഇയർ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. 2 സുഹൃത്തുക്കളുടെ കൂടെ അവിടെ കൂടാൻ വന്നതാണ്. ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ആ കുട്ടിൻ്റെ വാപ്പയും ഉമ്മയും ആ സമയത്ത് എന്തൊക്കെയായിരിക്കും സ്വപ്നം കണ്ടിട്ടുണ്ടാവുക? ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ ഡോക്ടർ എന്ന പേര് വെച്ച് എൻ്റെ കുട്ടി എന്ത് ചെയ്യും? പുറത്തിറങ്ങും. ഡോക്ടറായിട്ട് പുറത്തിറങ്ങും. അതെനിക്കൊരു അഭിമാനം. ആ അഭിമാന നിമിഷങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ കുറേ കണ്ടുപോയിട്ടുണ്ടാവും. പക്ഷെ ആ സ്വപ്നങ്ങളൊക്കെ ഇവിടെ പോയി. ആ സ്വപ്നങ്ങളൊക്കെ ആ വെള്ളത്തിൽ പോയി. പക്ഷേ ആ സമയത്ത് ആ ഉപ്പയും ഉമ്മയും ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ അവന് അഭിമാനകരമായി നിലനിൽക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ പടച്ചോൻ്റെ വിധി അവൻ ഇത്ര ജീവിച്ചാൽ മതി എന്നാണ്. പക്ഷേ ദുനിയാവിൽ ഇത്ര ജീവിച്ചാൽ മതി എന്നാണ്. ഇനി അവൻ മറ്റൊരിടത്തേക്ക് ജീവിക്കാൻ പോവാണ്. അവിടെ അവൻ സന്തോഷത്തോടുകൂടെ ഇനി ജീവിക്കും. അതിനു വേണ്ടതും കൃത്യമായിട്ട് ഞാൻ നൽകിയിട്ടുണ്ട് എന്ന ആ ഉപ്പാക്കും ഉമ്മാക്കും പറയാൻ കഴിഞ്ഞാൽ മനസ്സമാധാനത്തോടു കൂടെ ഇവിടെ നിലനിൽക്കാം. ആർക്ക്? ആ ഉപ്പാക്കും ഉമ്മാക്കും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ MBBSൻ്റെ സീറ്റൊക്കെ കിട്ടുന്നതിന് ആദ്യത്തെ ശ്രമത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ കുട്ടിയേക്കാൾ വലിയ മാനസികാവസ്ഥ ചിലപ്പോൾ ഈ മാതാപിതാക്കളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നായിരിക്കും. പക്ഷേ പരലോകത്തെത്തുന്ന സമയത്ത് ഈ കുട്ടി പറയാ, പടച്ചോനെ ഇങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് എൻ്റെ ഉപ്പയും ഉമ്മ എനിക്കെന്ത് ചെയ്തിട്ടില്ല, ഒരു ബോധവും നൽകിയിട്ടില്ല, ഇതെനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഞാനിവിടെ പരാജയപ്പെട്ടു പോവാണല്ലോ, ഞാൻ ഇവിടെ തോറ്റു പോവാണല്ലോ, എൻ്റെ ഉപ്പയും എന്നോട് ഇത് പറഞ്ഞു തന്നില്ലല്ലോ, ഈ മാർഗത്തിലേക്ക് എനിക്ക് അല്ലെങ്കിൽ ഇവിടെ രക്ഷപ്പെടാൻ വേണ്ട വഴികൾ എനിക്ക് കാണിച്ചു തന്നില്ലല്ലോ എന്ന് നമ്മെ കുറ്റപ്പെടുത്തിയാൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പിന്നെ നമ്മൾ എന്തിനാ കൊള്ളുക? നമ്മൾ പിന്നെ എന്തിനേയും കഷ്ടപ്പെട്ട് അപ്പം എനിക്ക് പറയാനുള്ളത്, അതിൽ നമ്മൾ അല്പം കൂടെ ശ്രദ്ധ പുലർത്തണം എന്നത്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണിയൊക്കെ എന്ത് ചെയ്യും? വെറുതെ ആവും. പക്ഷെ അതിനൊക്കെയുള്ളൊരു പ്രശ്നം അറിയാമോ? ഇതൊക്കെ പറയുമ്പം
അങ്ങനെ അത്തരം കാര്യങ്ങൾക്കൊന്നും നമുക്കിപ്പോൾ കുട്ടികളെ കിട്ടുന്നില്ല എന്നൊരു പ്രശ്നം. നേരത്തെ ഇവിടെ ഖുർആൻ്റെ പഠനം നടന്നില്ലേ, അതിൽ യതദാറസൂന എന്ന പദമാണ് അവസാനം പറഞ്ഞു വെച്ചിട്ടുള്ളത്. നിങ്ങൾ മക്കളെ അങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു നോക്കി. ഇപ്പം പിന്നെ ഏതെങ്കിലും ഒരു സൂറത്ത് വസ്സമാ ഇ വത്വാരിഖ്, എന്താ മോനെ ഈ ത്വാരിഖ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ കാണുന്നത് ഈ പിന്നെ മുട്ടി അലക്കുന്ന ശബ്ദം ഉണ്ടാക്കുന്ന നക്ഷത്രങ്ങൾ എന്നാണ്. അങ്ങനെ എന്തോ നക്ഷത്രങ്ങൾ ആകാശത്തുണ്ടോ മോനെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കുന്ന പറഞ്ഞാൽ അവനിങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ പറയും അതുമ്മ പിന്നെ ഈ പൾസാർസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് ആകാശത്ത്, പിന്നെ അതിങ്ങനെ ഒരു നിശ്ചിത ഫ്രീക്വൻസിയിൽ ഇങ്ങനെ ടപ്പ് 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 എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കും. ഞാൻ അതിൻ്റെ വീഡിയോ കാണിച്ചിട്ട് ഇത് 1967 കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞിരും. അവർക്കിത് പഠിക്കാൻ ഭയങ്കര താല്പര്യം ഉണ്ടാവും. നമ്മൾ ഖുർആൻ പഠിപ്പിച്ചതല്ല, പക്ഷെ അവരെങ്ങനെ ചേർത്ത് പിടിച്ചതാ. അതാണ് നേരത്തെ പറഞ്ഞ ഈ യതദാറസൂന എന്ന് പറഞ്ഞ സാധനം. അങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയാറുണ്ടോ നമ്മളുടെ മക്കളെ? അങ്ങനെ കിട്ടും. ഇങ്ങനെ പോന്ന് പറഞ്ഞു വിട്ടിട്ട് ക്ലാസ്സിന് പോയിക്കൂടെ, ഖുർആൻ ക്ലാസ്സിന് പോയിക്കൂടെ, എനിക്ക് അതിന് പോയാലേ അതിനെനിക്ക് ഭയങ്കര വേണ്ടിയാണ്. ഇതുകൊണ്ട് ചിലപ്പം ഫലം ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മളുടെ കൂടെ അവരെ ചേർത്ത് പിടിച്ച് ഈ വഴിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളുടെ ഈ ഉത്തരവാദിത്തം വളരെ കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിയും. അങ്ങനെ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ജന്നാത്തു ആദിനില്ലതി വഅദ റഹ്മാൻ, ജന്നാത്തു ആദിനിൻ യദ്ഖുലൂനഹാ, സ്വർഗ്ഗത്തിൽ അവർ പ്രവേശിക്കും. വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, മാതാപിതാക്കളും ഇണകളും ദുർരിയത്തും ഒന്നടങ്കം അങ്ങനെ പ്രവേശിക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.